ഹായ്, ഞാൻ സ്നേഹ. എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, നിങ്ങൾക്ക് ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ ഇപ്പം എന്തായാലും എക്സൈറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ നിങ്ങളിലേക്ക് തിരികെ വരണം, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കണം, ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, അത് നടക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി. പിന്നെ നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കരുത്, അവർ തിരികെ വരാൻ വേണ്ടിയിട്ടാണ്, അവർ തിരിച്ചു വരണം, അതിനുവേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു വിശ്വാസം തോന്നുകയോ അതല്ല എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് ചെയ്യാൻ പറ്റുമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർ തിരികെ വരികയാണെങ്കിൽ വരട്ടെ എന്ന ചിന്തയോട് കൂടിയിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക. ഇത് അവരുടെ ഉള്ളിൽ നിങ്ങളെ വിട്ടു പോയതിലൊരു പശ്ചാത്താപം ഉണ്ടാക്കുകയും അതേപോലെ തന്നെ ആ ഒരു കാരണം കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള വലിയ രീതിയിലുള്ള ഒരു സാധ്യത അവിടെ കാണുകയും ചെയ്യുന്നുണ്ട്. അതിനുള്ള പരിശ്രമങ്ങളൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലാണ് അവർ വീണ്ടും നമ്മളിലേക്ക് തിരികെ വരാനുള്ള ചാൻസ് ഉള്ളത് എന്നുള്ളത്. ഇതിലുള്ള ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ആണ് ഇപ്പം ഇങ്ങനെ ബ്രേക്കപ്പ് സംഭവിച്ചതിൻ്റെ കാരണക്കാരെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാത്രം ഒരു സോറി അവർക്ക് അയക്കുക എന്നുള്ളതാണ്. സോറി എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് മെസ്സേജ് അയക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് ഡിസപ്പിയർ ആവുക. അതായത് പിന്നെ നിങ്ങളെക്കുറിച്ച് ഒരു അറിവും അവർക്ക് ഉണ്ടാവരുത്. അവർ തിരിച്ച് റിപ്ലൈ തന്നു കഴിഞ്ഞാൽ നിങ്ങളത് നോക്കരുത്, പ്രത്യേകിച്ച് ഓൺലൈനിൽ കയറരുത്, അവരെ വിളിക്കരുത്, നിങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളൊന്നും നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊന്നും ഇടരുത്. അങ്ങനെ ടോട്ടലി നിങ്ങൾ ഡിസപ്പിയർ ആവാൻ ശ്രമിക്കുക അവരുടെ മുമ്പിൽ നിന്ന്. അവർക്ക് നിങ്ങളെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടാവരുത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്, സോഷ്യൽ മീഡിയ കുറച്ച് നാളത്തേക്ക് യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവരെന്തായാലും വിചാരിക്കും, ഓക്കെ സോറി പറഞ്ഞു, നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള നമ്മുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്, സോറി പറയേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്, അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു, ഇനി അത് ക്ഷമിക്കണോ വേണ്ടേ എന്ന് ചിന്തിക്കേണ്ടതൊക്കെ അവരാണ്. മാത്രമല്ല സോറി പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും തന്നെ അവരുടെ മനസ്സിൽ ചെറിയൊരു സോഫ്റ്റ് കോർണറൊക്കെ വന്നിട്ടുണ്ടാവും, എന്നോട് സോറി പറഞ്ഞല്ലോ എന്നുള്ള ആ ഒരു ചിന്ത വരും. പിന്നെ എന്തായാലും നമ്മളെക്കുറിച്ച് ചിന്തിക്കാനൊക്കെ തുടങ്ങുമല്ലോ. അങ്ങനെ ചിന്തിച്ചു തുടങ്ങും. അപ്പോൾ പിന്നെ നമ്മളെക്കുറിച്ച് യാതൊരു അറിവും ഇല്ല, വിളിക്കുന്നുമില്ല, അല്ലെങ്കിൽ ആളെവിടെയൊന്നും അറിയുന്നൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ചിന്തിച്ചു തുടങ്ങും എന്താണ് സംഭവം, അല്ലെങ്കിൽ ആളെവിടെയാണ് എന്നുള്ള ആ ഒരു കാര്യം. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ നമ്മളെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ഒരു ആഗ്രഹമൊക്കെ വരും. അതിൻ്റെ പുറകിൽ അവർ പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു സോറി പറയുക. അത് നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഒരു സോറി പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഡിസപ്പിയർ ആവുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ കരിയറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. പലരും ഈ സമയത്ത് ചെയ്യുന്ന കാര്യം എന്തറിയോ, നമ്മൾ സ്നേഹിച്ചിരുന്ന ആ ഒരു പേഴ്സൺ നമ്മളോട് എന്താണ് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത് ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നവരുണ്ട്. അത് വലിയ മിസ്റ്റേക്കാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മളോടുള്ള ദേഷ്യമൊക്കെ കൂടുന്നല്ലാണ്ട് അവർ നമ്മുടേക്ക് തിരിച്ചു വരുമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറുതെ അങ്ങനെ ചുമ്മാ ഓരോ കാര്യങ്ങൾ ചെയ്ത് സമയം കളയാതെ നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് അതിലേക്ക് വേണ്ടി നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതിലെ നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം അതിനൊക്കെ മാക്സിമം പരിശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അപ്പം ഇങ്ങനെയുള്ള നിങ്ങളുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ അങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാലോ, എന്തായാലും അവർ പോയതിനു ശേഷം ഒരു പോസിറ്റീവായ മാറ്റം പോലും നമ്മുടെ കയ്യിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ചെറിയൊരു അസൂയ തോന്നും. ഞാൻ പോയ ശേഷമാണ് അപ്പം ആള് നല്ല അടിപൊളിയായിട്ട് മാറാനൊക്കെ തുടങ്ങിയത് എന്ന് വിചാരിക്കും. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഒരു ചെറിയ ചെറിയ അസൂയോ കുശുമ്പൊക്കെ അവരുടെ മനസ്സിൽ വരട്ടെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക, നിങ്ങൾ സ്നേഹിക്കുക, സെൽഫ് ലവ് ചെയ്യുക. നമ്മളെ തന്നെ ഒരുപാട് കെയർ ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾക്ക് ഈ ഒരു സെൽഫ് ലവ് കൂടി വരും. അപ്പോൾ എന്തായാലും മറ്റുള്ളവരെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ഒരു മാഗ്നറ്റിക് പവറൊക്കെ നമുക്ക് വരികയാണ് ചെയ്യുക. അങ്ങനെ കഴിയുമ്പോൾ അവർ നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവാൻ സാധ്യത വളരെ കൂടുതലായിരിക്കും. സോ നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങൾക്ക് വേണ്ടി ടൈം കണ്ടെത്തുക. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫിലെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പം അതിങ്ങനെ ഒരു ഭാഗത്തുകൂടെ ഉണ്ടായിപ്പോയാൽ മാത്രം മതിയോ? പോരാ. നമ്മൾ നന്നായി ജീവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവരറിയണം. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? സ്റ്റോറിയും സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഇടുക. അതായത് നമുക്ക് ഉണ്ടാവുന്ന നേട്ടങ്ങൾ, അതല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന നല്ല കാര്യങ്ങളൊക്കെ ബേസ് ചെയ്ത് നമ്മളുടെ സന്തോഷങ്ങളൊക്കെ കാണിക്കുന്ന അങ്ങനെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്.
നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും വിഷമമായിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ഇടാതിരിക്കുക. അങ്ങനെയൊന്നും നമ്മൾ ഇട്ട് കൊടുക്കരുത്. ചിലരൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ നീ ഇല്ലാതെ ഭയങ്കര സങ്കടത്തിലാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര സാഡായിട്ടുള്ള സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇടും. എന്തിന്? അങ്ങനെ കണ്ടുകൊണ്ട് അവർക്ക് അവരുടെ മനസ്സിൽ എന്ത് വിചാരിക്കും നിങ്ങൾ ചിന്തിക്കണത്? നിങ്ങൾ വിചാരിക്കേണ്ട, അയ്യോ ഞാനിങ്ങനെ വിഷമത്തിലാന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് എന്നോട് ഭയങ്കര സ്നേഹം തോന്നും, സോഫ്റ്റ് കോർണർ തോന്നും, അപ്പം എൻ്റെ അടുത്തേക്ക് തിരികെ വരുന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല, ശുദ്ധ മണ്ടത്തരമാണ്. അങ്ങനെ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. അവർ വിചാരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഞാനില്ലാണ്ട് ആൾക്ക് പറ്റുന്നില്ല, അപ്പം ഞാൻ അത്രയും നല്ലൊരു, അതായത് അവരെ ഞാൻ അത്രയും വേണ്ടി അഡിക്റ്റഡ് ആക്കിയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നൊക്കെയാണ് അവർ വിചാരിക്കുക. അപ്പൊ അവരെ നിങ്ങളെക്കാൾ മുകളിലാണെന്നൊരു ചിന്ത വരും എന്നല്ലാതെ ഒരിക്കലും നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത അവിടെ കാണുന്നില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഹാപ്പിയാണ് ആ ഒരാളില്ലെങ്കിലും എന്നുള്ള കാര്യങ്ങളാണ് അവരെ അറിയിക്കാൻ ശ്രമിക്കേണ്ടത്. ഇനി ഏറ്റവും ലാസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നിങ്ങൾ മൂവ് ഓൺ ആവുക എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ആ ഒരു ബന്ധം എന്നിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും ഇപ്പോൾ ഉണ്ടായിരിക്കുക? ആ ഒരു കാര്യം ചിന്തിക്കുക, ആ രീതിയിൽ മുന്നോട്ട് പോവുക. അവർ വന്നിട്ടേ ഇല്ല എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അതൊരിക്കലും യാഥാർത്ഥ്യത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല, കാരണം കഴിഞ്ഞു പോയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർ വന്നു കഴിഞ്ഞതാണ്. പക്ഷെ അവരില്ലെങ്കിൽ ഞാൻ എന്താകുമായിരുന്നു, എൻ്റെ ലൈഫ് എങ്ങനെ പോകുമായിരുന്നു, ആ രീതിയിൽ ചിന്തിക്കാനും അങ്ങനെ നിങ്ങൾ ജീവിക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു പരിധി വരെ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഇല്ലാതാവും, നിങ്ങളുടെ വിഷമങ്ങൾ ഇല്ലാതാവും, നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് മൂവ് ഓൺ ആവാനും പറ്റും. അങ്ങനെ നിങ്ങൾ മൂവ് ഓൺ ആയി കഴിയുമ്പോൾ, നിങ്ങളുടെ ലൈഫിലെ നേട്ടങ്ങൾ കാണുമ്പോൾ, ഗ്രോത്ത് ഉണ്ടാവുമ്പോൾ, നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുമ്പോൾ, അത്രയും ഹാപ്പി ആയിട്ട് നിങ്ങൾ ഇരിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കുമ്പോൾ, ഇതിൽ കൂടുതൽ മറ്റൊന്നും വേണ്ട അവർക്ക് റിഗ്രറ്റ് ഉണ്ടാവാൻ. അതായത് അവർ ഒരുപാട് പശ്ചാത്തപിക്കും നിങ്ങളെ വിട്ട് പോയതിൽ. ഒരു പ്രാവശ്യമെങ്കിലും തിരികെ വരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊരു ചിന്ത അവരിൽ വരും. അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്താ സംഭവിക്കുക? അവർക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നിങ്ങളോട് സംസാരിക്കണം തോന്നും. സോ സ്വാഭാവികമായിട്ടും ഒരു മെസ്സേജോ കോളോ അവിടെ പ്രതീക്ഷിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും കാര്യമാണ്. ഇത് 1-2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊന്നുമല്ല, സമയമെടുക്കും, ചിലപ്പോൾ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ എടുക്കും. പക്ഷെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ ഒരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്. പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളിൽ കൊണ്ടുവരാൻ, നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിലും ഒക്കെ പെട്ടെന്ന് നിങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരിക. കുറച്ച് ദിവസം ഡിസപ്പിയർ ആവണം എന്നുള്ളത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, കുറച്ച് ദിവസം ഡിസപ്പിയർ ആയിരിക്കാം. അപ്പൊ ആ ഒരു ഡിസപ്പിയർ ആവുന്ന ഒരു ടൈം കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കുറെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഇടുക. നിങ്ങളുടെ ആ ഒരു ടോട്ടൽ അപ്പിയറൻസിൽ മാറ്റം കൊണ്ടുവന്നതും ഒക്കെ നിങ്ങൾ അവരെ അറിയിക്കാൻ ശ്രമിക്കുക മീൻസ് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുക. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും ഒരു മെസ്സേജും കോളൊക്കെ പ്രതീക്ഷിക്കുക. അപ്പൊ ഈ ഒരു കാര്യം നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്, ദിവസങ്ങൾക്കുള്ളിൽ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ ലൈഫിലെ ഗ്രോത്ത് എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ച് സമയം എടുക്കുന്നുണ്ടാവും. എന്നാലും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർ നിങ്ങളിലേക്ക് തിരികെ വരാൻ സാധ്യത കൂടുതലാണ്. പിന്നീട് അവർ വന്നു കഴിഞ്ഞാൽ അവരെ തിരികെ നിങ്ങൾ ലൈഫിലേക്ക് കൊണ്ടുവരണോ അല്ലെങ്കിൽ ആ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണോ എന്നുള്ളതൊക്കെ നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്